നമ്മളിപ്പോൾ കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് തന്നെ നമ്മളെ പല പ്രിയപ്പെട്ട കളിക്കാരുടെയും പ്രിയപ്പെട്ട ഹീറോസിൻ്റെയും അവസാനത്തെ കളികൾ കണ്ടു. നെയ്മാർ കരഞ്ഞുപോയി. റൊണാൾഡോ അത്രയ്ക്കങ്ങ് പൊട്ടിക്കരഞ്ഞില്ലെങ്കിലും എന്നാലും ഒരു സങ്കടത്തോടുകൂടി തന്നെ കളം വിടുന്നൊരവസ്ഥയാണുള്ളത്. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മെസ്സി എന്തായാലും ഈ ടൂർണമെൻറ്റിലെങ്കിലും കുറച്ചും കൂടി മുന്നോട്ട് പോകണം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വലിയ ജനാവലിയുടെ ഒരു സ്ഥലത്തിരുന്നിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ഒരു ഫുട്ബോളിൻ്റെ ഒരു മെറിറ്റ് വെച്ചിട്ട് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പം മെസ്സി ഇല്ലെങ്കിലും മെസ്സിയെ തോൽപ്പിക്കാൻ ഈജിപ്തിന് കഴിയുകയാണെങ്കിൽ, മുഹമ്മദ് സലയുടെ ഈജിപ്തിന് കഴിയുകയാണെങ്കിൽ അതായിരിക്കും നല്ല ഫുട്ബോൾ. പക്ഷേ എന്നാൽ പോലും ഈ ഫാൻ ബേസൊക്കെ ആഗ്രഹിക്കുന്നത് മെസ്സി ഇനിയും മുന്നോട്ട് കാണണമെന്നാണ്. അപ്പോൾ ഈ ഇന്നത്തെ കളിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മെസ്സി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയായിരിക്കും. അല്ലാതെ നമുക്കറിയാം അർജൻറ്റീനയ്ക്ക് ഈജിപ്തിനെ തോൽപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് നമുക്കൊരു സാമാന്യ ഫുട്ബോൾ ഞാനുള്ള ആർക്കും പറയാൻ പറ്റും. ദിലീപ് എങ്ങനെയാണ് കാണുന്നത്? ഇത് രണ്ട് ടീമുകളും പെനൽറ്റി ഷൂട്ട് ഔട്ട് വരെ അടുത്തെത്തി. അർജന്റീന അതിന്റെ വളരെ അടുത്തെത്തി. കേപ്പ് വെർഡെ ആയിട്ട് മറ്റേ ഈജിപ്തിന് ഷൂട്ട് ഔട്ട് വേണ്ടി വന്നു. അപ്പൊ ഈ 120 മിനിറ്റ് കളിച്ചതിന്റെ ഒരു ലോഡ് 2 സെറ്റ് കളിക്കാർക്കുണ്ട്. അർജന്റീനയുടെ കാര്യത്തിൽ മെഡീന ക്രാമ്പായിട്ട് പോയി. നിക്കോ ഗോൺസാലസിനും എൻസോ ഫെർണാണ്ടസിനൊക്കെ ചെറിയ ചെറിയ പരിക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഫിറ്റ് ആണെന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ എന്നാലും ആ മിനിറ്റ്സ് എങ്ങനെ മാനേജ് ചെയ്യുന്ന നമുക്ക് നോക്കണം രണ്ട് ടീംസിന്റെ ഭാഗത്തും. ഇപ്പൊ സാലയൊക്കെ ഒരു ഹാംസ്ട്രിങ് പരിക്ക് കഴിഞ്ഞിട്ടാണ് വന്നിട്ട് 120 മിനിറ്റ് കളിച്ചത്. കുഴപ്പമില്ലാതെ കളിക്കുകയും ചെയ്തു. പക്ഷെ മെസ്സിയുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഈ ലോകകപ്പിൽ ഏറ്റവും ഒരു കൗതുകം തോന്നിയിട്ടുള്ള ഒരു കാര്യം, അമേരിക്കൻ ടെലിവിഷനിൽ തിയറി ഓൺ ഡ്രീംസ് ലറ്റാനും കൂടി ഒരു ഷോ ചെയ്യുന്നുണ്ട്. അത് എല്ലാ ദിവസവും അവർ വായ തുറന്നാൽ അതൊരു ഹെഡ്ലൈനാണ്. പ്രത്യേകിച്ച് സ്ലാറ്റാൻ ഹോസ്റ്റിനോട് പറഞ്ഞ എനിക്ക് ഫോളോവേഴ്സ് അല്ല ഉള്ളത്, ബിലീവേഴ്സ് ആണ്. അപ്പൊ അങ്ങനത്തെ ഓരോന്ന് കാര്യം പറഞ്ഞു. പക്ഷെ സീരിയസ് ആവുമ്പോൾ സ്ലാറ്റാൻ വളരെ നന്നായിട്ട് കളി വിലയിരുത്തുന്ന ഒരാളാണ്. അപ്പൊ സ്ലാറ്റാനോട് ചോദിച്ചു, ഈ ലോകകപ്പിലത്തെ ഏറ്റവും മികച്ച 5 കളിക്കാര് ആരാണ്, ലോകത്തെ ഏറ്റവും മികച്ച? അപ്പൊ പറഞ്ഞു 3 പേര് ഫ്രാൻസിന് കളിക്കണവരാണ്, എംബാപ്പെ, ഡെംബെലെ, ഒളീസെ. പിന്നെ 2 പേര് ഹാളൻഡും ലമീൻ യമാലും. മെസ്സി വേറെ തന്നെ ഒരു ക്ലാസ്സിലാണ്. അപ്പൊ അതാണ് ബാക്കി തന്റെ കൂടെ കളിച്ച കളിക്കാരുടെ അഭിപ്രായം അതാണ്. അപ്പൊ ഞാൻ എന്ത് പറയുന്നു എന്നുള്ളതിനൊരു പ്രസക്തി ഇല്ല. അല്ല, ഇതാരും ഡിസ്പ്യൂട്ട് ചെയ്യാത്തൊരു കാര്യമാണ് ശരിക്കും. എന്നുവെച്ചാൽ മെസ്സിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഈ 39 വയസ്സിലും ഇന്ന് ഗോൾ അടിച്ചാല്, ഇതിനു മുമ്പ് ഒരു ലോകകപ്പിൽ 5 മാച്ച് അടുപ്പിച്ച് ഗോൾ അടിക്കണ കളിക്കാരാകെ ജൂസ്റ്റ് ഫോണ്ടെയിൻ 58 ഫ്രാൻസിന്, പിന്നെ ജെയ്സിന്യോ, ഗേർഡ് മുള്ളറും 2 പേരും 1970, റിവാൾഡോ 2002, പിന്നെ ഹാമസ് റോഡ്രിഗസ് കൊളംബിയക്ക് വേണ്ടി 14. ആകെ 5 കളിക്കാരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇന്ന് മെസ്സി ഗോൾ അടിച്ചാൽ മെസ്സിയും അതിന്റെ കൂടെ ചേരും. അത് കൂടാതെ 20 മേലെ ഗോൾ അടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ടൂർണമെന്റിന് മുമ്പ് വരെ ചിന്തിക്കാനും കൂടി പറ്റില്ലായിരുന്നു. അപ്പൊ അത്രയും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കളിക്കാരനാണ്. നമ്മൾ വീണ്ടും സംസാരിക്കേണ്ടത് മെസ്സിയുടെ ഫോമിനെ പറ്റിയല്ല, ക്ലാസ്സിനെ പറ്റിയാണ്. കാരണം ഫോം വരുന്നു പോകുന്നു. ഇപ്പം റൊണാൾഡോ ക്ലാസ് ഇല്ലാത്ത കളിക്കാരനായതുകൊണ്ടല്ല, നെയ്മാർ ക്ലാസ് ഇല്ലാത്ത കളിക്കാരനായതുകൊണ്ടല്ല. പക്ഷെ ഫോം എന്ന് പറയുന്നത് ആ സമയത്തുണ്ടാവുന്ന ഒരു, പ്രത്യേകിച്ചും ആ കളിയിലൊക്കെ രൂപപ്പെടുന്ന ഒരു സംഗതിയാണല്ലോ. അപ്പോൾ ഇതിനെ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മെസ്സി ഇതുവരെയുള്ള ഈ ടൂർണമെന്റിലെ കളികൾ വെച്ചിട്ടെങ്കിലും നമുക്ക് പറയാൻ പറ്റും നല്ല ഫോമിലാണ്, നല്ല ക്ലാസ് പ്രദർശിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോർച്ചുഗലിന്റെയും ബ്രസീലിൻ്റെയൊക്കെ സാഹചര്യം വളരെ വ്യത്യാസം. ബ്രസീലിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല കാർലോ ആൻസലോട്ടിക്ക് തൻ്റെ പെർഫെക്റ്റ് 11 എന്താന്ന് അറിവ് പോലും ഇല്ലായിരുന്നു. അതിങ്ങനെ ഓരോ തവണ മാറ്റിക്കൊണ്ടിരുന്നു. എന്നുവെച്ചാൽ അത്ര സമയം ആ ടീമിൻ്റെ കൂടെ ആയിട്ടുള്ളൂ. പോർച്ചുഗലിൻ്റെ കാര്യത്തിൽ ഈ റൊണാൾഡോനെ എത്ര സമയം കളിപ്പിക്കണം, ബാക്കി കളിക്കാരുടെ പൊസിഷൻ അതനുസരിച്ച് എങ്ങനെ മാറും, അങ്ങനെയൊക്കെ പല പല ചർച്ചകളുമായി. ഈ അർജന്റീന ടീമിൽ മെസ്സിയുടെ റോളിനെ പറ്റി ഒരു ചർച്ചയില്ല. അത് അവരെല്ലാ കളിക്കാരും മാനേജ്മെന്റും ഒക്കെ അതിൽ ഒരുമിച്ചിട്ടാണ്. മെസ്സിക്ക് ഒരു റോളുണ്ട്. അത് നമ്മൾ എത്ര നല്ല രീതിയിൽ മെസ്സിക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹായവും ചെയ്യും. അതാണ് അവരുടെ ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്.
ഇതിനകത്ത് നമ്മൾ പലപ്പോഴും ഈ അനാലിസ്റ്റുകളൊക്കെ പറയുന്ന സാധനത്തിനകത്ത് ഇപ്പം ഈ അന്തരീക്ഷം ഉണ്ടല്ലോ, അതായത് ഇതിൻ്റെ ഒരു അന്തരീക്ഷം, താപമാനം അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചറൊക്കെ വെച്ചിട്ടാണ് പലപ്പോഴും കളി അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത് പറയുന്നത്. പക്ഷെ എന്നാൽ പോലും നമുക്കറിയാം മെക്സിക്കോയെ ഇംഗ്ലണ്ട് തോൽപ്പിക്കുന്നതോട് കൂടിയിട്ട് അതിനൊരു വലിയ വ്യത്യാസം വന്നു. കാരണം ശരിക്കും അവിടെ മെക്സിക്കോക്ക് അപ്പർ ഹാൻഡുള്ള ഒരു സ്ഥലം. ഇന്ന് അർജന്റീന കളിക്കുന്നത് അറ്റ്ലാന്റയിൽ, അത് ക്ലൈമറ്റ് കൺട്രോൾ സ്റ്റേഡിയം. അപ്പൊ കാലാവസ്ഥക്ക് വലിയൊരു പ്രസക്തി ഉണ്ടാവില്ല അവിടെ. മറ്റേ ബ്രേക്കൊക്കെ ഉണ്ടാവില്ലേ? ബ്രേക്ക് ഒക്കെ ഉണ്ടാവും. ബ്രേക്ക് ഇപ്പൊ റൂളിന്റെ ഭാഗമാക്കിയല്ലോ, പക്ഷെ അത് കാലാവസ്ഥ ഇതിൽ വലിയൊരു ഫാക്ടർ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ ആവുമ്പം ഈ ഇത്രയും ഓടിക്കളിക്കാൻ തയ്യാറുള്ള അത്രയും ശക്തമായ ഒരു ടീമാണ് ഈജിപ്ത്. നമ്മൾ ഈജിപ്തിനെ വില കുറച്ച് കാണേണ്ട കാര്യമില്ല. പക്ഷെ അർജന്റീനയാണെങ്കിൽ അർജന്റീനയ്ക്ക് അതിൻ്റെ ഒരു സിസ്റ്റം വളരെ കൃത്യമായിട്ട് ഓടുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് ടീമുകളും തമ്മിൽ കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അപ്സെറ്റിനുള്ള സാധ്യത ദിലീപ് കാണുന്നുണ്ടോ? അപ്സെറ്റ് ബുദ്ധിമുട്ടായിരിക്കും. എന്താ വെച്ചാൽ ഈജിപ്റ്റ് ഡിഫെൻസീവ്ലി അത്ര ശക്തമായ ഒരു ടീമല്ല. ഇപ്പൊ കഴിഞ്ഞ 6 ലോകകപ്പ് മാച്ചിലൊക്കെ അടുപ്പിച്ച് ഗോള് വഴങ്ങിയിട്ടുള്ള ഒരു ടീം. അതും ഒരു റെക്കോർഡാണ് ശരിക്കും, അടുപ്പിച്ച് ഇത്രയും മാച്ചിൽ ഗോള് വഴങ്ങുക എന്നുള്ളത്. അവർക്ക് നല്ലൊരു മുൻനിരയുണ്ട്. സാല, മർമൂഷ്, അഷൂർ, ഇവരൊക്കെ നല്ല കളിക്കാരാണ്. പക്ഷെ ബാക്കിലേക്ക് വരുന്തോറും അത്ര ശക്തമായ ഒരു ടീമല്ല. അർജന്റീനയ്ക്കാണെങ്കിൽ അത് അൺലോക്ക് ചെയ്യാനുള്ള ഇഷ്ടം പോലെ കളിക്കാരുണ്ട്. ഇന്നത്തെ കളിയിൽ എനിക്ക് തോന്നുന്നത് 2-3 മാറ്റങ്ങൾ ഉണ്ടാവും കഴിഞ്ഞ കളിയിലത്തെ 120 മിനിറ്റ് കാരണം. ഇപ്പൊ ചിലപ്പോൾ ഒരു നിക്കോ പാസ്, ആൽമാരുടെ ആദ്യം വരും. ചിലപ്പോൾ സെൻട്രൽ മിഡ്ഫീൽഡിൽ മാറ്റം വരുമെന്ന് എനിക്കറിയില്ല. മെക്കാലിസ്റ്റർ, ഫെർണാണ്ടസ് ഒരാളെ ചിലപ്പോൾ മാറ്റിന്ന് വരും. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവർക്ക് കുറേം കൂടി ഓപ്ഷൻസ് ഉണ്ട് അർജന്റീനയ്ക്ക്. ഇപ്പം ഈജിപ്തിന് സാലെ ബെഞ്ച് ചെയ്യേണ്ടി വന്ന അതേപോലത്തെ ഒരു കളിക്കാരനെ വെച്ച് മാറ്റാൻ പറ്റില്ല. ഈ നമ്മളിപ്പം മുഹമ്മദ് സാലയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ, നമുക്ക് ക്ലബ് ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ റീസെൻറ്റ് ഇതിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ പരിക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും മെസ്സിയേക്കാളും വലിയ പെർഫോമൻസ് ഉള്ള ആളാണ് സാല. ഈ സാലെ ശരിക്കും നമ്മളൊരു ഫുട്ബോളിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ എവിടെയാണ് പ്ലേസ് ചെയ്യുക? ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 9-10 കൊല്ലമായിട്ട് യൂറോപ്യൻ ഫുട്ബോളിൽ തന്നെ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗോൾ സ്കോറർ ഒന്ന് റോബർട്ട് ലെവൻഡോവ്സ്കി, ഒന്ന് സാലെ, പിന്നെ എംബാപ്പെ വേറെ തന്നെ ഒരു ലെവലിലാണ് ഞാൻ കാണുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ലെവൽ കളിക്കാർ ഇപ്പൊ ഓൾ ടൈം ഗ്രേറ്റ് എന്നുള്ളതിൽ ചിലപ്പോൾ വന്നു എന്ന് വരില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഇപ്പോഴത്തെ ഗ്രേറ്റ്സിൽ പെടുന്ന ഒരാളാണ് സാല. അത് സാലയുടെ ഏറ്റവും വലിയ കഴിവ് എന്താണ്, പല ഗോൾ സ്കോറേഴ്സും ഗോൾ അടിക്കുക മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇന്ന് ഞാൻ നോക്കായിരുന്നു, റൊണാൾഡോ ഒരൊറ്റ ചാൻസ് സൃഷ്ടിച്ച് ബാക്കി ടീംമേറ്റ്സിന് വേണ്ടി. സാല എല്ലാ സീസണും അനേക അസിസ്റ്റ് കൊടുക്കുകയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ സീസൺ ഗോൾഡൻ ബൂട്ട്, കഴിഞ്ഞതിന് മുമ്പിലത്തെ സീസൺ 28 ഗോൾ അടിച്ചു. അത് കൂടാതെ 19 അസിസ്റ്റും കൊടുത്തു. 19 അസിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു തിയറി ഓൺറി കെവിൻ ഡി ബ്രോയിന ലെവലിലുള്ള അസിസ്റ്റിംഗ് ആണ്. അത് നമ്മളൊരു ഫോർവേഡിന്റെ അടുത്തുനിന്ന് ശരിക്കും പ്രതീക്ഷിക്കേണ്ടതല്ല. അപ്പൊ ഈ ലോകകപ്പിലും 16 ചാൻസാണ് സാല ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതും ഒരു ആഫ്രിക്കൻ ടീമിന് ഏകദേശം ഒരു റെക്കോർഡ്. എനിക്ക് തോന്നുന്നു മറ്റേ കെവിൻ പ്രിൻസ് ബോട്ടിങ്ങോട്ട് 18 ചാൻസ് ഒറ്റ 2010 ഉണ്ടായിരുന്നു. പക്ഷെ അത് ചിലപ്പോൾ ഇന്ന് ബീറ്റ് ചെയ്തു എന്ന് വരും. ഇനി അങ്ങോട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഇപ്പം മെസ്സി എന്തായാലും ഇന്നലെ എന്തോ പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാൻ ഇനിയും കളിക്കും എന്നുള്ള രീതിയിൽ. ഈ സാലയുടെ ഒരു പ്രൊഫഷണൽ ഫുട്ബോളിലുള്ള ഭാവി എത്ര കാലത്തേക്ക് മുന്നോട്ട് പോകും? അത് എവിടെ പോകണമെന്നനുസരിച്ചിരിക്കും. ഇപ്പൊ ഒരു സൗദിയിലേക്കൊക്കെ ആണെങ്കിൽ മിക്കവാറും സൗദിയിലേക്ക് അയച്ചെന്നാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ അവിടുത്തെ ഫുട്ബോൾ അത്ര ഒരു ഇന്റൻസ് ഇതല്ല യൂറോപ്പ് EPL ഒക്കെ നോക്കുമ്പോൾ. അതുകൊണ്ട് ചിലപ്പോൾ പിന്നെ വളരെ ഫിറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അധികം മാച്ച് ഒന്നും മിസ് ചെയ്യാറില്ല. തൻ്റെ ആരോഗ്യം വളരെ ശ്രദ്ധയോടുകൂടി നോക്കണ ഒരാളാണ്. അപ്പൊ അത് കാരണം ചിലപ്പോൾ ഒരു 4 കൊല്ലം കൂടി കളിച്ചുകൂടായില്ല. ഇന്നത്തെ മറ്റൊരു കളി, ഇന്ന് കൊളംബിയ സ്വിറ്റ്സർലൻഡിനെയാണ് നേരിടുന്നത്. അതിനകത്ത് സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ ഗംഭീരമാണ്. അവരുടെ ടീം സെറ്റപ്പും അങ്ങനെ തന്നെയാണ്. പക്ഷേ കൊളംബിയ ഓരോ കളി, ഇപ്പം നമ്മൾ പിന്നെ ബെൽജിയത്തിനെ പറ്റി പറഞ്ഞ പോലെ ഓരോ കളി കഴിയും തോറും സെറ്റായി വരികയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമുമാണ്. ഈ കളിയിൽ എന്തെങ്കിലും ഒരു പ്രവചനം നടത്താൻ പറ്റുമോ? ഈ കളിയുടെ ഇതെങ്ങനെ വരുന്നുള്ളത്, ആദ്യത്തെ ഒരു 20 മിനിറ്റിൽ ഒരു ടീം ഗോൾ അടിക്കുകയാണെങ്കിൽ അതൊരു നല്ലൊരു ഓപ്പൺ കളിയായി മാറും. അല്ലെങ്കിൽ വളരെ എന്താ പറയുക, ഒരു ചെസ് മാച്ച് പോലെ വളരെ ടൈറ്റായിട്ട് ചിലപ്പോൾ പെനൽറ്റീസ് വരെ പോകാൻ സാധ്യതയുണ്ട്. ഈ 2 ടീമും നല്ല ഓർഗനൈസ്ഡ് ആണ്. അവരെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമല്ല.
രണ്ടുപേർക്കും മികച്ച കളിക്കാരുണ്ട്. പിന്നെ രണ്ട് ടീമും സാധാരണ ക്വാർട്ടർ ഫൈനലൊന്നും എത്താത്തതാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഭാരം ഉണ്ടാവും. ഇത് കളിച്ചാൽ നമുക്ക് അർജന്റീന ആയിട്ടുള്ള ഒരു അർജന്റീന ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പറയാൻ പറ്റില്ല. ആ ഒരു ക്വാർട്ടർ ഫൈനലിൽ നമ്മൾ എത്തുന്നുള്ള ഒരു വിശ്വാസം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രഷറും കൂടി ഉണ്ട്. അപ്പൊ എനിക്ക് കാണേണ്ടത് നേരത്തെ ഒരു ഗോളാണ്. നേരത്തെ ഒരു ഗോള് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടുപേർക്കും നല്ല അറ്റാക്കിംഗ് കളിക്കാരൻ്റെ നല്ലൊരു ഓപ്പൺ കളിയായി മാറും. അല്ലെങ്കിൽ ചിലപ്പോൾ സ്പെയിൻ പോർച്ചുഗലൊക്കെ പോലെ ഒരു രണ്ട് ടീംസും അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്യണ ഒരു കളി പോലെ ആവാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് പിന്നെ നമ്മൾ പറയും കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ളൊരു പിന്നെ കുറച്ചുകൂടി ക്ലിനിക്കലായിട്ട് വർക്ക് ചെയ്യുന്നത് സ്വിറ്റ്സർലാൻഡും അഗ്രസീവായിട്ട് ഫങ്ഷൻ ചെയ്യാൻ സാധ്യതയുള്ളത് കൊളംബിയയാണ്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും ഒരു ഫുട്ബോളിൻ്റെ ഒരു ഈസ്തറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഒരു ഡോമിനൻസ് ആദ്യം മുതലേ കൊളംബിയക്ക് ഉണ്ടാവുമോ? അത് ഉണ്ടാവണമെന്നില്ല. എന്താ വെച്ചാൽ സ്വിറ്റ്സർലൻഡിന് മിഡ്ഫീൽഡും നന്നായി കളിച്ചിട്ടുണ്ട് ഈ ടൂർണമെന്റിൽ. ഗ്രാൻഡ് ഷാക്ക് പ്രത്യേകിച്ചും കളിയുടെ ടെമ്പോ കൺട്രോൾ ചെയ്യാനൊക്കെ കുറെ അവരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് മാൻസാംബിയെ പോലെ നല്ല റണ്ണേഴ്സ് ഉണ്ട്. അപ്പൊ കൊളംബിയയും അങ്ങനെ വളരെ ഓപ്പൺ ആയിട്ടൊന്നും അല്ല തുടങ്ങാൻ പോകുന്നത്. പക്ഷെ ആകെപ്പാടെ കളിക്കാരുടെ 11 കളിക്കാരുടെയും ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ കൊളംബിയക്ക് ചെറിയൊരു മുൻതൂക്കം ഉണ്ടെന്ന് ഞാൻ പറയും. ഈ രണ്ട് കളികളും ഇന്നത്തെ രണ്ട് കളികളിലും ദിലീപിന്റെ പ്രവചനങ്ങൾ എങ്ങനെയായിരിക്കും? അർജന്റീന ഒരു 2 ഗോളിന് ജയിക്കേണ്ടതാണ് ഈജിപ്തിനെതിരെ. ഇത് മറ്റേ കളി വളരെ ടൈറ്റ് ആയിരിക്കും. 1 ഗോളിന്റെ വ്യത്യാസത്തിന് കൊളംബിയ ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സ്പെയിൻ പോർച്ചുഗൽ കളി പക്ഷെ ഒരു വളരെ എന്താ പറയുക, ഒരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒഴുകിയ ഒരു ഫുട്ബോളായിരുന്നു. അതിനകത്ത് 91ാമത്തെ മിനിറ്റിലെ ഗോൾ എന്ന് പറയുന്നത് പോലും ഒരു നീതിയും വളരെ കൃത്യമായിട്ടും അങ്ങനെയാണ് സംഭവിക്കേണ്ടിയിരുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം വെച്ചാൽ രണ്ടും ഒരേ രീതിയിൽ പെർഫോം ചെയ്തു. പക്ഷെ അതിനകത്ത് നമുക്കറിയാം ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നത് സ്പെയിൻ തന്നെയാണ്. എന്നാൽ പോലും ആ ഒരു കളി എന്തുകൊണ്ടായിരിക്കും ഇവർ ഒരു അഗ്രസീവായ ഒരു സ്റ്റാൻഡ് എടുത്തിട്ട് രണ്ടുപേരും മൂവ് ചെയ്യാണ്ടിരുന്നത്? അത് കളിക്കാരുടെ കുഴപ്പം കൊണ്ടാണെന്ന് തോന്നുന്നില്ല. കാരണം രണ്ട് ഭാഗത്തും ഭയങ്കരമായ കളിക്കാരുണ്ട്. അല്ല, ഇതാ ഞാൻ പറഞ്ഞ മറ്റേ കൊളംബിയ സ്വിറ്റ്സർലൻഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ രണ്ട് മികച്ച ടീമാകുമ്പോൾ ചിലപ്പോൾ അവർ ക്യാൻസൽ ഔട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെ രണ്ട് ടീമിന്റെ മിഡ്ഫീൽഡിനെ പറ്റിയിട്ടും പറഞ്ഞു, സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെ. അപ്പൊ അവിടെയായിരുന്നു കളി അധികം നടന്നത്. ക്ലിയർ ചാൻസ് എന്ന് പറയാൻ വളരെ ചുരുക്കേ ഉണ്ടായിരുന്നു ശരിക്കും. പോർച്ചുഗലിനൊക്കെ ആകെ 2 ഷോട്ട് ഓൺ ടാർഗറ്റ്, അത് ഫസ്റ്റ് ഹാഫിൽ റൊണാൾഡോന്റെ. പിന്നെ സ്പെയിനാണെങ്കിലും വലുതായിട്ട് അങ്ങനെ ക്ലിയർ ഓപ്പണിങ്സ് എന്ന് പറയാൻ 2-3 നല്ല സേവ് ഉണ്ടായിരുന്നു കോസ്റ്റയുടെ. പക്ഷെ അങ്ങനെ അത്ര അധികം ചാൻസ് ഒന്നും അവരും സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ അത് മിഡ്ഫീൽഡിൽ കളിച്ചൊരു കളിയാണ്. പക്ഷെ ആ ഭാഗത്ത് റോഡ്രി ആയിരുന്നു പ്രധാനപ്പെട്ട കളിക്കാരൻ. അതുകൊണ്ടാണ് സ്പെയിൻ ഡോമിനേറ്റ് ചെയ്തത് ശരിക്കും. ഇതിനകത്ത് ഗോൾ കീപ്പേഴ്സിനെ പറ്റി പറഞ്ഞ സമയത്ത് നമ്മൾ ഇന്നലെയും സംസാരിച്ചാണ്. കാരണം സ്പെയിനിന്റെ ഗോൾ കീപ്പർ പിന്നെ ജോലിയില്ലാതായി പോകുമെന്ന് പഠിക്കുന്നത്. ഇന്നലെയും പ്രധാനമായിട്ടുള്ള വലിയ ത്രട്ടൊന്നും മൂപ്പർക്ക് ഉണ്ടായില്ല. വലിയൊരു രക്ഷപ്പെട്ടത് പക്ഷെ ന്യൂനോ മെൻഡസിന്റെ ഒരു ഷോട്ട് പെഡ്രോ പോറോ ഹെഡ് ചെയ്തിട്ട് അത് ബാർ തട്ടി പോയി. അല്ലെങ്കിൽ അത് സേവ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് കൂടാതെ റൊണാൾഡോന്റെ അടുത്ത് നിന്നുള്ള ഒരു സേവ് ആംഗിൾ എന്നുള്ളത് അത് ഏതൊരു ഗോൾ കീപ്പറും ചെയ്യേണ്ടതാണ്. ഒരു ബേസിക് ലെവൽ സേവ് ആണ്. ഈ സ്പെയിനിന്റെ ഗോൾ കീപ്പറെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്. കാരണം അങ്ങോട്ട് എത്തിയാലല്ലേ മൂപ്പർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച പോലെ. എന്നാൽ പോലും അദ്ദേഹത്തിന് ഈ ഇതിലിപ്പം മാർട്ടിൻസിനെ പറ്റിയോ അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പം പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ആൾക്കാരെ പറ്റിയൊക്കെ പറയുമ്പോണ്ടല്ലോ, നമ്മൾ പറയുമല്ലോ ഈ ഗോൾ കീപ്പറുടെ ഒരു പ്രത്യേകിച്ചുമുള്ള ഒരു കഴിവിനെ പറ്റി. അങ്ങനെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു കരിസ്മ ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ? അതിന്റെ ആവശ്യമില്ലല്ലോ. ഒരു നല്ല ഫുട്ബോൾ ടീമിന് അതിന്റെ ലക്ഷണം എന്താന്ന് പറഞ്ഞാൽ ആരും എന്റെ ഗോൾ കീപ്പറെ പറ്റി സംസാരിക്കില്ല. എന്നുവെച്ചാൽ അയാൾക്ക് ഒരു പണി ഉണ്ടാവില്ല. ഇപ്പൊ ബാഴ്സലോണിന്റെ നല്ല കാലത്ത് ഇപ്പൊ ആരും വിക്ടർ വാൽഡസ് എന്ത് നല്ലൊരു ഗോളിയായിരുന്നു എന്നും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ വല്ലപ്പോഴൊക്കെ ബോൾ കിട്ടുള്ളൂ വിക്ടർ വാൽഡസിന്റെ അടുത്ത്. അപ്പൊ അതാണ് അതിന്റെ ഒരു മികച്ച ടീമിന്റെ ലക്ഷണം. ഇപ്പൊ 35 കളിയായി സ്പെയിൻ തോറ്റിട്ട്. അപ്പൊ അതിനൊരു കാരണം ആ ഗോൾ കീപ്പർ തീർച്ചയായിട്ടും ഒരു കാരണമാണ്. പക്ഷെ എത്രത്തോളം ഗോൾ കീപ്പറെ പറ്റിയുള്ള വർത്താനം കുറയുന്നു അത്രയും നല്ല ടീമാണ്. അപ്പൊ നമ്മൾ ഈ ഡൊണറൂമ എന്നൊക്കെ പറഞ്ഞിട്ടേ ചില ഗോൾ കീപ്പേഴ്സിനെ പറ്റി നമ്മളിപ്പം ക്ലബ് ഫുട്ബോളിന്റെ കാര്യത്തിൽ എപ്പോഴും അവർക്ക് ഒരു അപ്പർ ഹാൻഡ് വരുന്ന സാധനം വരും. അതിന്റെ അർത്ഥം ടീമിന്റെ ഒരു ഇതാണോ? അല്ല, അതിൽ പിന്നെ കുറേം കൂടി എന്താ പറയാ മികച്ച ടീമുകൾ ഉണ്ട്. അപ്പൊ ചാമ്പ്യൻസ് ലീഗ് ഒക്കെ വരുമ്പോ അതിന്റെ ഫൈനൽ സ്റ്റേജ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ എല്ലാം സൂപ്പർ ടീംസ് ആണ്.
ഇപ്പൊ ഇതിലങ്ങനെ ഇപ്പൊ സ്പെയിൻ കളിച്ചിട്ടുള്ള എല്ലാ ടീമുകളും ഈ കോമ്പറ്റീഷനിൽ ഒരു സൂപ്പർ ടീം എന്നൊന്നും പറയാൻ ഇല്ല. പറ്റില്ല. ആദ്യം അവർ കളിച്ചിട്ടുള്ള വളരെ ശക്തമായ ഒരു ടീം എന്ന് പറയാൻ പറ്റുന്നത് പോർച്ചുഗൽ തന്നെയാണ്. ഇന്നലെ പൊതുവേ പോർച്ചുഗൽ സ്പെയിൻ കളി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ പറഞ്ഞ നമ്മളതിൽ ശ്രദ്ധിക്കുന്നത് ഒരു ലെജൻഡായിട്ടുള്ള റൊണാൾഡോ. ഈ റൊണാൾഡോയുടെ ഈ പറഞ്ഞ പോലെ റൊണാൾഡോന്റെ മൂവ്മെന്റ് ഒക്കെ വളരെ കുറവായിരുന്നു. അതൊക്കെ ഇതിന് ടോട്ടൽ കളീനെ പാസീവാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടോ? ആകെപ്പാട് ഈ റോബർട്ടോ മാർട്ടിനസ് എന്ന് പറഞ്ഞ കോച്ച്, ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറയായിരുന്നു, ഒരു ആദ്യം ബെൽജിയം എന്നൊരു ടീം, അവരുടെ ഗോൾഡൻ ജനറേഷൻ അത് വീൻ വെള്ളാക്കി മറ്റേ യേശു ക്രിസ്തു മറിച്ചാണ് ചെയ്തത്. ഈ റോബർട്ടോ മാർട്ടിനസിന് അത് ഭയങ്കര കഴിവ്. ഇത്രയും മികച്ച കളിക്കാരെ വെച്ച് ഇത്രയും മോശമായിട്ട് കളിക്കണമെങ്കിൽ അതിനൊരു കഴിവ് വേണം ശരിക്കും. അപ്പൊ ഈ പോർച്ചുഗലിന്റെ കൂടെ അതാ ചെയ്തത്. ഈ കളിക്കാരെ പറ്റി എനിക്കെന്ന് മാത്രല്ല കുറെ പേർക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഇൻഡിവിജ്വലായിട്ട് അവരുടെ ക്ലബ്സിനും അവർ കളിക്കുമ്പോഴൊക്കെ നമ്മൾ അവരുടെ ശരിക്കുള്ള മികവ് കണ്ടിട്ടുണ്ട്. അതിപ്പോ ബ്രൂണോ ഫെർണാണ്ടസ് ആയാലും ന്യൂനോ മെൻഡസ് ആയാലും ആ മിഡ്ഫീൽഡ് ആയാലും റാഫേലിയോ AC മിലാനിന് വേണ്ടി ഇവരുടെ ഒക്കെ കളി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഈ നാഷണൽ ടീമിൽ വരുമ്പോൾ ഇന്നലെ ലിയാവ് വരുന്നത് 71ാമത്തെ മിനിറ്റിലാണ്. ആദ്യം ഞാൻ കളിപ്പിക്കുകയാണെങ്കിൽ ഒരു കളിക്കാരനെ ഇറക്കുകയാണെങ്കിൽ ലിയാവിനെ ആയിരുന്നു. എന്താ വെച്ചാൽ ഫിസിക്കലാണ്, ഫാസ്റ്റാണ്. ആ സ്പെയിനിന്റെ പെഡ്രോ പോറോ കുറച്ച് ഇറാറ്റിക് ആയിട്ടുള്ളൊരു റൈറ്റ് ഫുൾ ബാക്ക് ആണ്. കുബാസി അത്ര ഹൈറ്റും സ്ട്രെങ്ത്തും ഇല്ലാത്തൊരു കളിക്കാരന്. ആ ഒരു വീക്ക്നെസ് തീർച്ചയായിട്ടും ലിയാവിന് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കായിരുന്നു. പക്ഷെ 71 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇറക്കുന്നത്. ഈ കളിക്കാരുടെ റെപ്യൂട്ടേഷൻ വെച്ചിട്ട് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇതാണ് പ്രശ്നം. ഏറ്റവും നിങ്ങളൊരു മാനേജർ ആണെങ്കിൽ റൂത്ത്ലെസ് ആയിട്ട് ബെസ്റ്റ് 11 കളിക്കാരെ സെലക്ട് ചെയ്യണം. ബെസ്റ്റ് 11 എന്ന് പറഞ്ഞാൽ അത് അവർ കളിയിൽ എന്ത് നേടിയിട്ടുണ്ട് നോക്കിയിട്ടല്ല, ഈ കളി ജയിക്കാൻ പറ്റുമോ. ഈ പോർച്ചുഗലിനെ പറ്റി പറയുകയാണെങ്കിൽ, പോർച്ചുഗൽ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫുട്ബോൾ ഹിസ്റ്ററി എഴുതുകയാണെങ്കിൽ അതിനകത്തുള്ള ഒരു ബെസ്റ്റ് ഫുട്ബോളിംഗ് നാഷനാണ്. അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യം. മാത്രമല്ല അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സ്ഥലത്ത് നടക്കുന്ന എല്ലാ തരത്തിലുള്ള ഫുട്ബോൾ സർക്യൂട്ടിലും അവരുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്നത് നമ്മൾ ചെറിയ ടീമുകൾ, ഇപ്പം ക്രൊയേഷ്യ എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു നാഷൻ അല്ലെങ്കിലും ക്രൊയേഷ്യക്കൊക്കെ വലിയ ഹിസ്റ്ററി അല്ലാതെ വേൾഡ് കപ്പ് ഫുട്ബോളിലുണ്ട്. പക്ഷെ പോർച്ചുഗലിന് അത്ര പോലും എത്താൻ പറ്റാത്തതിൻ്റെ കാര്യവും കാരണവും എന്താണ്? പല കാരണങ്ങളും. ഇതിപ്പോ എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഒരു ഗോൾഡൻ ജനറേഷനാണ് പോർച്ചുഗൽ ഫുട്ബോളിന്റെ ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒന്ന്, ക്രിസ്ത്യാനോ ടീമിലേക്ക് വരുന്ന സമയത്താണ് അവർ അസ്തമിക്കുന്നത്, 2006 ആ സമയത്ത്. അത് മറ്റേ ഫീഗോ, ന്യൂനോ ഗോമസ്, റൂയി കോസ്റ്റ അവരുടെയൊക്കെ ഒരു ടീം. പക്ഷെ ആ ടീം ഒരു യൂറോ ഫൈനലെത്തി 2004. വേറൊരു യൂറോ സെമി പെനൽറ്റീസിലാണ് തോന്നുന്നു, അല്ല ഗോൾഡൻ ഗോളിലായിട്ട് ഫ്രാൻസിനോട് സെമിയിൽ തോൽക്കുന്നു 2000. ഒരു ലോകകപ്പ് സെമി എത്തി 2006. അപ്പം അവരങ്ങനെ നമ്മൾ വളരെ ഹാഷായിട്ട് നോക്കിയാൽ അണ്ടർ അച്ചീവ് ചെയ്തു എന്ന് പറയാം. പക്ഷെ ശരിക്കും പോർച്ചുഗലിന്റെ വലിപ്പവും അവരുടെ ജനസംഖ്യയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു നല്ലൊരു അച്ചീവ്മെന്റ് ആണ് ശരിക്കും. അവരൊരു ബ്രസീലോ അർജന്റീനയോ ജർമ്മനിയോ ഒന്നും അല്ല രാജ്യത്തിന്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ഈ ടീം ശരിക്കും ഇതിലും നേടേണ്ടതായിരുന്നു. അതിപ്പോൾ 2022 ഇപ്പോഴായാലും ഈ കളിക്കാരെ വെച്ച് കുറേം കൂടി മുന്നോട്ട് പോകാൻ പറ്റുക. ഈ സ്പെയിനിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരു എന്താ വെച്ചാൽ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ വളരെ സ്പീഡിലോടി വളരെ ഡോമിനൻ്റ് ആയിട്ട് കളിക്കുന്ന കളി എന്നുള്ള. പക്ഷേ ഇന്നലെ വരെയുള്ള കളികളിൽ സ്പെയിൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ അപകട പ്രതീക്ഷകളുണ്ടോ? എന്താണ് ദിലീപ് അതിൽ ഫ്യൂച്ചറിൽ കാണുന്ന സ്പെയിനിന്റെ കുഴപ്പങ്ങൾ എന്താ? കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല ഞാൻ. എന്നെ പേടിപ്പിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഈ ടീമിന് എത്രയോ ബാക്കിയുണ്ട്. അവര് ഇപ്പൊ ഒരു ഫോണിന്റെ ചാർജ് ആണെങ്കിൽ ഇപ്പോഴും 80% ബാക്കിയുള്ള ഒരു ഇതാണ്. അവര് തീരെ എക്സേർട്ട് ചെയ്യാതെയാണ് ഇത് ക്വാർട്ടർ ഫൈനലിൽ എത്തിയിട്ടുള്ളത്. അവരെപ്പോ ക്ലിക്ക് ചെയ്യുന്നുള്ള. പിന്നെ ഒരു പ്രശ്നം നമ്മളിപ്പോ യൂറോയിൽ കണ്ടത് വളരെ അറ്റാക്കിംഗ് ആയിട്ട് വളരെ അഗ്രസീവായി കളിച്ചൊരു സ്പെയിൻ ആയിരുന്നു. ആ നിക്കോ വില്യംസ് പക്ഷെ ഇപ്പൊ ഒന്നാമത് ഫോമിലും അല്ല, ഫുൾ ഫിറ്റ്നസ്സിലും അല്ല. അപ്പൊ അത് കാരണമാണ് ആ ലെഫ്റ്റ് വിങ് എന്നുള്ള ഒരു ഇമ്പാക്ട് കുറെ കുറഞ്ഞിട്ടുണ്ട്. അത് അവർ തീർച്ചയായിട്ടും അവരുടെ ആകപ്പാടുള്ള കളിയും ബാധിച്ചിട്ടുണ്ട്. പക്ഷെ
എപ്പോഴെങ്കിലും അവർ ശരിക്കും ക്ലിക്ക് ചെയ്താൽ അവർ മിക്ക ടീംസിനെ അവർക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ടീമാണ്. ഈ 91-ാം മിനിറ്റിലെ ഗോൾ ഉണ്ടല്ലോ, അതെ. അത് കളിയോട് ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ കളിയോട് നീതി പുലർത്തിയ ഗോളാണ്. അത്രയും നേരം നീണ്ടു നിൽക്കേണ്ട കളിയായിരുന്നു അത്. അതിനകത്ത് ഏറ്റവും അവസാനം ഒരു എക്സ്ട്രാ ടൈമിന്റെ ഒരു മിനിറ്റിൽ ഗോൾ വരുന്നു, മിക്കാൽ മോറിനോയുടെ ഗോൾ വരുന്നു. ആ ഗോൾ എങ്ങനെയാണ് ദിലീപിൽ മെറീനോ ഇതിന്റെ ഒരു എക്സ്പേർട്ടാണ് ശരിക്കും. മറ്റേ യൂറോയില് ജർമ്മനി ആയിരുന്നു ആദ്യത്തെ, അവരുടെ എതിരെ കളി ക്വാർട്ടർ ഫൈനലിൽ എക്സ്ട്രാ ടൈം മുമ്പ് ഇതേപോലെ മെറീനോ ആണ് ജയിപ്പിച്ചത് ആ കളി. ഇത് മികച്ച ഗോളായിരുന്നു. നല്ല പാസ്സാണ് അത് സെറ്റപ്പ് ചെയ്യണം. ഫെറാൻ ടോറസിന്റെ ബ്യൂട്ടിഫുൾ റിവേഴ്സ് പാസ് ആയിരുന്നു. പക്ഷെ അതിന്നാലും ഫിനിഷ് ചെയ്യണം. ആ മെറീനോന് ആർക്കും മെറീനോ എന്ത് കളിക്കാരനാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. മിഡ്ഫീൽഡർ ആണോ, ഒരു നമ്പർ 10 ആണോ, ഫോർവേഡ് ആണോ, പല പൊസിഷനിലും കളിക്കാൻ കഴിവുള്ള ഒരു കളിക്കാരനാണ്. അപ്പൊ പക്ഷെ അതൊരു ടോപ്പ് സ്ട്രൈക്കറുടെ ഒരു കാംനെസ്സോട് കൂടി അത് ഫിനിഷ് ചെയ്തു. അത് വളരെ ക്ലിനിക്കലായിട്ട് തീർത്തു ശരിക്കും. ഇന്ന് രാവിലെ തീർന്ന കളി എന്ന് പറയുന്നത്, അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ട്രംപ് നോക്കൗട്ടായി പോകുന്ന പോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം ബെൽജിയം നന്നായിട്ട് കളിച്ചത്, ഗംഭീര കളിയാണ് ബെൽജിയം കളിച്ചത്. ബെൽജിയമിനെ ജയിപ്പിച്ചത് ട്രംപാണ് ശരിക്കും. അവര് ഇതുവരെ അവര് കളിച്ചത് വളരെ ദയനീയമായിട്ടുള്ള ഫുട്ബോളായിരുന്നു. ന്യൂസിലൻഡിനെതിരെ മാത്രം അവര് ശരിക്കുള്ള മികവ് കാണിച്ചു. കഴിഞ്ഞ കളിയിൽ ശരിക്കും രക്ഷപ്പെട്ടതാണ്. സെനഗളാണ് ത്രൂ ഔട്ട് നന്നായി കളിച്ച ടീം. അവര് കോൺസെൻട്രേഷൻ പോയ സമയത്ത് ബെൽജിയം തിരിച്ചു വരാൻ പറ്റി. പിന്നെ എക്സ്ട്രാ ടൈമിൽ നന്നായി കളിക്കുകയും ചെയ്തു. പക്ഷെ അത് ശരിക്കും അവർ രക്ഷപ്പെട്ടതാണ്. ഇന്ന് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ശരിക്കും. ഇതാ ഞാൻ പറഞ്ഞു, മാനേജറുടെ ഒരു മികവ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ റൂഡി ഗാർസിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. റൂഡി ഗാർസിയെ പറ്റിയും ഇയാൾ ആരാന്ന് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ ഇറ്റലിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ടീം റോമയാണ്. കുറെ കാലം മുമ്പ് ഒരു യൂറോപ്യൻ കപ്പ് ഫൈനലിൽ അവർ ലിവർപൂളിനെതിരെ കളിച്ചു. ഫാൽക്കാവ്, സെറേസോ ഒക്കെ ഒരു ബ്രസീലിയൻ മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നു. ഡി ബാർത്തോളമേ എന്ന് പറഞ്ഞൊരു എല്ലാ കാലത്തും ഒരു മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ. അപ്പൊ അത് കാരണം ഞാൻ റോമ എല്ലാ സീസണും ഫോളോ ചെയ്യുമ്പോൾ ഇവര് റോമയുടെ കോച്ച് ആകുമ്പോൾ 2013 അവർ വളരെ മോശം സ്ഥിതിയിലായിരുന്നു. പക്ഷെ ആ ടീമിനെ ആദ്യം ഒരു ടോപ്പ് ടീം ആക്കി മാറ്റിയ ആളാണ് റൂഡി ഗാർസി. ആദ്യം ഫ്രാൻസിൽ ലീലിന്റെ കൂടെ ഒരു ടൈറ്റിൽ നേടി. റോമയുടെ കൂടെ അടുപ്പിച്ച് 2 സീസൺ സെക്കൻഡായി. ജയിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തെ യുവന്റസ് ടീം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. പക്ഷെ പിന്നെ അവിടുന്ന് പോയി മാസയിൽ ക്ലിക്ക് ചെയ്തില്ല. നാപ്പിളി പോയപ്പോൾ വലിയ പരാജയമായിരുന്നു. ചാമ്പ്യന്മാരായ നാപ്പിളി ഏറ്റെടുത്തിട്ട് വളരെ മോശമായി 16 കളിയായിട്ട് കഴിഞ്ഞപ്പോൾ അവർ ഒഴിവാക്കി. അപ്പൊ ഇയാളുടെ കരിയർ ജഡ്ജ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ശരിക്കും. പക്ഷെ ഇന്നലെ മാർട്ടിനസിന് ചെയ്യാൻ പറ്റാത്തത് എന്താ ഗാർസിയ ചെയ്തത്? പെർഫോമൻസ് അനുസരിച്ച് 11നെ സെലക്ട് ചെയ്തു. ഡിബ്രോയിനെ ബെഞ്ചില്, ലുക്കാക്കു ബെഞ്ചില്, ഡോക്കു ബെഞ്ചില്. അപ്പൊ അതാണ് ഒരു മാനേജറുടെ മികവ് എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾ റൂട്ട്ലെസ് ആയിട്ട് സെലക്ട് ചെയ്യണം. എനിക്ക് ഈ കളി ജയിപ്പിക്കാൻ ഈ 11 കളിക്കാരാരാണ്, അവരെ സെലക്ട് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, ഈ ഗോൾ അടിച്ച 2 ഗോളും ഒരു അസിസ്റ്റും കൊടുത്ത ഷാൽഡി കെറ്റ്ലർ 25 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ യുഗത്തില് ഒരു കളിയോ ഒരു മോശം സീസണോ മതി ഒരാളെ എഴുതിത്തള്ളാൻ. 21 വയസ്സിൽ ഈ പയ്യൻ ക്ലബ് ബ്രൂജ് ബെൽജിയമിലത്തെ ഒരു വലിയ ടീമാണ്. അവിടുന്ന് AC മിലാനിലേക്ക് പോകുന്നു. അത് വലിയൊരു ചാർട്ടാണ്. എങ്ങനെ നോക്കിയാലും ബെൽജിയം, AC മിലാൻ എന്ന് പറഞ്ഞാൽ യൂറോപ്പിലത്തെ ലോകത്തെ ഏറ്റവും വലിയൊരു ടീമാണ്. അവിടെ ആദ്യത്തെ സീസൺ വലിയ പരാജയം. 40 കളി കളിക്കുന്ന ഒരു ഗോൾ പോലും അടിക്കുന്നില്ല. ആ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. പല കളിക്കാർക്കും അത് പറ്റിയെന്ന് വരില്ല. പക്ഷെ പിന്നെ അറ്റ്ലാന്റയിൽ പോയി 2 നല്ല സീസൺ കളിച്ചു. കഴിഞ്ഞ സീസൺ ആദ്യം താഴോട്ട് 5 ഗോൾ മാത്രമേ അടിച്ചുള്ളൂ 40 കളിയിലകത്ത്. പക്ഷെ എന്നാലും അവർ നാഷണൽ ടീമിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തില്ല. ഈ ലോകകപ്പിൽ ലുക്കാക്കുവിനെ ബെഞ്ച് ചെയ്തിട്ട് പല കളികളിലും കളിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. 2 മികച്ച ഫിനിഷ്, ഒരു അസിസ്റ്റും. ഗോൾ കീപ്പറുടെ മിസ്റ്റേക്ക് ആയിരുന്നു. പക്ഷെ ബോള് തട്ടിയെടുത്തത് ഡി കെറ്റ്ലറാണ്. ഇതിനകത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ട്രംപിന്റെ ഒരു പൊളിറ്റിക്സിന്റെ കാര്യം പറഞ്ഞു. അതിനകത്ത് അതും കൂടി നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഫുട്ബോളിൽ നേരത്തെ ഇങ്ങനെ പണ്ടെന്തോ ഗരീഞ്ച കളിക്കുന്ന സമയത്തൊക്കെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വേറെ തന്നെ ഇതായിരുന്നു. ഗരിഞ്ചയുടെ ഇതെന്താന്ന് പറഞ്ഞാല്, ഗരിഞ്ച ആ ലോകകപ്പിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരനാണ്. പക്ഷെ അതിലൊരു പൊളിറ്റിക്കൽ പ്രശ്നമല്ലേ ഉണ്ടായിരുന്നു?
പൊളിറ്റിക്കൽ എന്ന് പറയാൻ പറ്റില്ല. ഗറിഞ്ച സെമി ഫൈനൽ ചില്ലയായിരുന്നു ഹോസ്റ്റ് രാജ്യം. അവരെ 4-2 തോൽപ്പിക്കുന്നു സെമിയിൽ. അതിൽ ഗറിഞ്ച ഗോളും അടിക്കുന്നു, അസിസ്റ്റും കൊടുക്കുന്നു. പക്ഷെ ഈ 83 മിനിറ്റ് ഒറ്റ കളിച്ച അതിന്റെ ന്യൂസ് റീല് പോലെ ഹൈലൈറ്റ്സ് കാണാം. അതിൽ മുഴുവൻ സമയം ഇവര് ഫൗൾ ചെയ്യുക അങ്ങനത്തെ ഇപ്പോഴത്തെ പാരഗ്വേ ഒന്നും അല്ല അത് നോക്കുമ്പോൾ. അത്രയും വൃത്തിയായിട്ട് ടീമായിരുന്നു ആ ചില്ലേ ടീം. ബാറ്റിൽ ഓഫ് സാന്റിയാഗോ എന്ന് പറഞ്ഞൊരു കളി കളിച്ചിട്ടുണ്ടായിരുന്നു ആ ലോകകപ്പിൽ ഇറ്റലിക്കെതിരെ. അതിലത്തെ ഫൗളൊക്കെ കണ്ടാൽ നമ്മൾ ഇപ്പോഴത്തെ കളികളിലൊന്നും 2 മിനിറ്റ് പോലും ആ കളിക്കാർ പിച്ചിൽ നിൽക്കില്ല. അത്രയും വൃത്തിയായിട്ട് കളിയായിരുന്നു. അപ്പൊ അങ്ങനെ ഗറിഞ്ച ഫൗൾ ചെയ്ത് അവസാനം എല്ലാ മനുഷ്യനും ഒരു ലിമിറ്റ് ഇല്ല. അപ്പൊ തിരിച്ച് റിയാക്ട് ചെയ്തിട്ട് റെഡ് കാർഡ് കൊടുക്കുന്നു. പക്ഷെ അതിൽ വന്ന പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ റെഡ് കാർഡ് അപ്പീൽ ചെയ്യാം ഏത് ടീമിനായാലും. അപ്പൊ US അതാണ് ചെയ്തത്. അപ്പൊ ഫിഫയുടെ ഒരു ഡിസിപ്ലിനറി കമ്മിറ്റി അതിന്റെ ഒരു നമ്മൾ കോടതിയിൽ ചെയ്യണ പോലെ ഒരു ഹിയറിംഗ് നടത്തും. അതില് ഈ ഗറിഞ്ചയ്ക്ക് കാർഡ് കൊടുക്കാൻ പറഞ്ഞത് ലൈൻസ്മാൻ ആണ്, ഞാൻ പേര് മറന്നുപോയി. ആ ലൈൻസ്മാൻ വരണം, ഇത് കോടതിയിൽ നമ്മൾ ഇത് കൊടുക്കണം, ടെസ്റ്റ് മണി കൊടുക്കണ പോലെ വന്ന് ടെസ്റ്റിഫൈ ചെയ്യണം. പക്ഷെ കാലാവസ്ഥ മോശമായത് കാരണം അയാൾക്ക് സാന്റിയാഗോയിൽ എത്താൻ പറ്റിയില്ല. അത് കാരണം ഈ ലാക്ക് ഓഫ് എവിഡൻസ് എന്ന് പറഞ്ഞിട്ട് ഗറിഞ്ചയെ ക്ലിയർ ചെയ്ത് ഫൈനലിൽ കളിക്കാൻ പറ്റി. അടുത്ത കളിയിൽ കളിക്കാൻ പറ്റി. ഫൈനലിൽ കളിച്ചു, ബ്രസീൽ ജയിക്കുകയും ചെയ്തു ചെക്കോസ്ലോവാക്യക്കെതിരെ. ഗറിഞ്ച ആണെങ്കിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റും ആയിരുന്നു. അത് ഗറിഞ്ചയുടെ ലോകകപ്പായിരുന്നു. പെലെ നേരത്തെ ഇഞ്ചേർഡ് ആയിട്ട് പോയി, ഗറിഞ്ച ആയിരുന്നു പിന്നെ വലിയ സ്റ്റാർ. ഇതല്ല, ഇതിപ്പോ വാറൊക്കെ ഉള്ള സമയത്ത് ഇത് ആരും ഡിസ്പ്യൂട്ട് ചെയ്യാത്തൊരു കാർഡാണ്. അതും വേറെ സാഹചര്യത്തിൽ ഇതിപ്പോ വേറൊരു കളിക്കാരൻ ഇങ്ങോട്ട് തിരിച്ചു ചവിട്ടിയൊരു സാഹചര്യം ഒന്നും അല്ല. ഇതൊരു എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഫുട്ബോളിങ് ആക്സിഡന്റ് ആയിരുന്നു. പക്ഷെ അതൊരു മോശം ടാക്കിളായി മാറി അതിന് റെഡ് കാർഡ് കിട്ടി. അതില് അതേപോലെ പല കളിക്കാർക്കും ഈ ലോകകപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഈ നമ്മളിപ്പം ട്രംപിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രംപ് എല്ലാ സ്ഥലത്തും ഇപ്പം ഇറാനിലായാലും ഓർമോസ് കടലിടുക്കിലായാലും ഒക്കെ തന്നെ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും അദ്ദേഹം കാണിക്കുന്ന ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സംഗതികളെ കുറിച്ച്. ഇതിൽ ഇങ്ങനെ ഒരാൾക്ക് ഒരു ചെറിയൊരു കാര്യത്തിൽ ഇതില് ഏറ്റവും സങ്കടം ഇതില് സ്വന്തം ടീമിന്റെ ചാൻസസ് ഇല്ലാതെയാക്കി. അതാണ് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഏതൊരു ടീം, അതിപ്പോ ഒരു സ്കൂൾ ടീം ആയാലും ഒരു ISL ടീം ആയാലും ഒരു കേരള സൂപ്പർ ലീഗ് ടീം ആയാലും അവര് ഒരു കളിക്ക് പ്രിപ്പയർ ചെയ്യേണ്ട എങ്ങനെയാ, മറ്റേ ടീമിനെ നമ്മൾ ഏത് ടീമിനെ കളിക്കണം, അവർക്കെതിരെ ഏത് കളിക്കാരെ കളിപ്പിക്കാൻ പറ്റും, അതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ട്രെയിൻ ചെയ്യുക. ഇവർ ആദ്യത്തെ 2 ദിവസം ട്രെയിൻ ചെയ്യുന്നത് ബാലഗുൺ കളിക്കില്ല എന്നുള്ള വിശ്വാസത്തില് വേറൊരു കളിക്കാരനെ സെൻട്രൽ സ്ട്രൈക്കറായിട്ട് വെച്ചിട്ട് ട്രെയിൻ ചെയ്തതാണ്. അപ്പൊ എല്ലാം ഒരു പ്ലാൻ അവരുണ്ടാക്കി കഴിഞ്ഞു ബെൽജിയമിനെതിരെ കളിക്കാൻ വേണ്ടി. അവസാന നിമിഷത്തില് ഈ ട്രംപിന്റെ ഇൻഫാന്റിനോന്റെയും ഗോഷ്ടിയൊക്കെ കാരണം ബാലഗുൺ ആദ്യം കളിക്കുന്നു. അപ്പൊ ബാലഗുണിന്റെ മേലെ ഭയങ്കര പ്രഷറാണ്. എന്താ വെച്ചാൽ ബാക്കിയുള്ള BBC-യും ഗാർഡിയനും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ അമേരിക്കൻ ടീമിനെ തന്നെ പുറത്താക്കും ഇത് കാരണം എന്നൊക്കെ പറഞ്ഞു. UEFA വരെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ക്രോസസ് ദ ലൈൻ. അതെ. അപ്പൊ കളിക്കാരന്റെ മേലെ ഭയങ്കരമായിട്ടുള്ള പ്രഷർ. പിന്നെ ഈ ബാക്കി കളിക്കാര് അവരുടെ ജീവിതത്തിലത്തെ ഏറ്റവും വലിയ കളിക്ക് പ്രിപ്പയർ ചെയ്യണതിന് പകരം അവരുടെ ചുറ്റും ഈ സർക്കസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്കും ഇന്നും ഒരു ഇന്റൻസിറ്റിയും ഒരു ഫോക്കസും. സാധാരണ US ഒരു എന്താ പറയാ, ഈ ഗ്രേ ഹൗണ്ട് റേസിംഗിൽ ട്രാപ്പ് തുടങ്ങുമ്പോൾ പട്ടികൾ ചാടി ഓടണ പോലെ അങ്ങനത്തെ ഒരു ടീമാണ് അവർ ഫസ്റ്റ് മിനിറ്റ് തൊട്ട് കളിക്കും. ഇന്ന് ആ ഒരു ഇന്റൻസിറ്റി തീരെ ഉണ്ടായിരുന്നു. ഈ റെഡ് കാർഡ് പിൻവലിക്കുകയും ഫിഫയുടെ ഒരു റീതിങ്കിങ് ഒക്കെ എന്ന് പറയുന്നത് ഈ ഫുട്ബോൾ സ്പിരിറ്റിന് എത്രമാത്രം ഡാമേജിങ് ആണ്. കാരണം വെച്ചാൽ നാളെ ഇപ്പോൾ ഇതിനകത്ത് ഇനി വീണ്ടും കോൺട്രവേഴ്സി ഉണ്ട്. ഇന്ന് ജയിക്കുകയും കൂടി ചെയ്യായിരുന്നെങ്കിൽ ഇതിനേക്കാൾ മോശം കോൺട്രവേഴ്സി ഉണ്ടാവുമായിരുന്നു. പക്ഷെ എന്നാൽ പോലും ബെൽജിയം നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു. പക്ഷേ ഇതുണ്ടാക്കാൻ പോകുന്ന ഫുട്ബോളിനകത്ത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അൺഎത്തിക്കലായിട്ടുള്ള കോൺട്രവേഴ്സീസ് എന്തൊക്കെയായിരിക്കും? അത് പക്ഷെ ഇൻഫാന്റിനൊരു പ്രശ്നമല്ലല്ലോ. ഇയാൾക്ക് ഈ ജോലി കിട്ടിയത് തന്നെ അൺഎത്തിക്കലായിട്ടാണ്. ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ FIFA പ്രസിഡന്റ് ആവേണ്ട ആളെ എല്ലാ കാലത്തെയും ഒരു ഫുട്ബോൾ ലെജൻഡായ മിഷൽ പ്ലാറ്റിനി, ഫ്രാൻസിന്റെ. പ്ലാറ്റിനി UEFA പ്രസിഡന്റ് ആയിരുന്നു. എല്ലാവരും വിചാരിച്ചത് ഫിഫയുടെ ഇതും കൂടി ഏറ്റെടുക്കുന്നതാണ്. പക്ഷെ പ്ലാറ്റിനിയെ കള്ളക്കേസ് കുടുക്കി മറ്റേ എന്താ
അൺഎത്തിക്കൽ പേയ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കേസിൽ കുടുക്കി 13 കൊല്ലാണ് പ്ലാറ്റിനി ഫീഫയ്ക്ക് കൺസൾട്ട് ചെയ്ത് പല പരിപാടികളിലും ലോകകപ്പിലും ഇതൊക്കെ ആയിട്ട്. ആ ലെവലിലുള്ള ഒരു കളിക്കാരന് 2 മില്യൺ ഫ്രാങ്ക്സ് പേയ്മെന്റ് കൊടുക്കുക ഒന്നുമല്ല. ഞാൻ 13 കൊല്ലം ആർക്കെങ്കിലും കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പകുതി പൈസ ചോദിക്കും. ഞാൻ ആരാണ്? പ്ലാറ്റിനി ആരാണ്? അപ്പൊ ആ ലെവലിലുള്ള ഒരു ഫുട്ബോൾ ദൈവമായിരുന്നു പ്ലാറ്റിനി. എനിക്ക് പ്രത്യേകിച്ചും ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ടീമാണ് പ്ലാറ്റിനിയുടെ ഫ്രാൻസ്. ആ ഒരാളെ നിങ്ങൾ കള്ളക്കേസ് കുടുക്കിയിട്ടാണ് പുറത്താക്കിയിട്ടാണ് നിങ്ങൾ ഈ ജോലിയിലേക്ക് വന്നിട്ടുള്ളത്. പിന്നെ കണ്ടിട്ടുള്ള ഗോഷ്ഠികളൊക്കെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. സൗദി അറേബ്യയിൽ പോയി അവരുടെ മുമ്പിൽ നമസ്കരിക്കുക, പിന്നെ ട്രംപിന് പീസ് പ്രൈസ് കൊടുക്കുക, എല്ലാവിധ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും കളിയിൽ ശ്രദ്ധ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും ശ്രദ്ധയുണ്ട്. ഈ നമ്മൾ ഇപ്പം 4 ഗോളുകൾ, ആ 4 ഗോളുകളും അമേരിക്കക്കെതിരെ നിർവഹിക്കാൻ പറ്റുന്ന ബെൽജിയം ടീം എന്ന് പറയുന്നത് നമ്മളിപ്പം ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമായിരിക്കില്ല, അവരുടെ പെർഫോമൻസ് അതിഭീകരമായിട്ട് വലുതായി വരുന്നതായിട്ടും ഇനി അങ്ങോട്ടുള്ള ഈ ടൂർണമെന്റിൽ ബാക്കിയുള്ള സമയങ്ങളിൽ പേടിക്കേണ്ടതായിട്ടും ദിലീപിന് തോന്നുന്നുണ്ടോ? ഇത് അവരുടെ ഈ ലോകകപ്പിലെന്നല്ല, കഴിഞ്ഞൊരു 2-3 ടൂർണമെന്റ് ആയിട്ട് അവർ ഏറ്റവും നന്നായി കളിച്ചിട്ടുള്ള ഒരു കളിയാണ്. അതിനൊരു കാരണം തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള ദേഷ്യം കാരണം കളിക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. എന്താ വെച്ചാൽ നിങ്ങളെ കള്ള രീതിയിൽ കൂടി ഒരു ടൂർണമെന്റിൽ നിന്ന് പുറത്താക്കാൻ നോക്കുകയാണ്. അപ്പൊ ആ വാശിയോടുകൂടി കളിക്കാർ കളിച്ചു. പക്ഷെ ഇനി അവർക്ക് വരാനുള്ളത് സ്പെയിനാണ്. എനിക്ക് തോന്നുന്നില്ല അവർക്ക് സ്പെയിനെ തോൽപ്പിക്കാൻ പറ്റുന്നു. അല്ല, ഈ നമ്മളിപ്പം സെനഗലായിട്ടും ഇപ്പം അമേരിക്കയായിട്ടും ഒക്കെ നടന്ന കളികൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു പേസ്, നമ്മളിപ്പം പറയുന്നത് വെച്ചാൽ ബെൽജിയത്തിന്റെ ഫേഡിങ് എനർജി, അല്ലെങ്കിൽ അവരുടെ ഒരു വീക്ക്നെസ്, അവരുടെ ഒരു ഏജിങ് നേച്ചർ, ഇതൊക്കെ അനുഭവമുള്ള ഒരു ടീമാണ്. ആ ഗെയിം സെൻസ് ഈ 2 കളിയിലും അവരെ ശരിക്കും സഹായിച്ചിട്ടുണ്ട്. സെനഗലിനെതിരെ പ്രത്യേകിച്ച് ആ എക്സ്ട്രാ ടൈം ഒക്കെ എത്തിയപ്പോൾ പ്രത്യേകിച്ച്, പിന്നെ അമേരിക്കക്കെതിരെ അവർക്ക് 2-1 ലീഡ് കിട്ടിയപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റി ശരിക്കും. പിന്നീട് 3ാമത്തെ ഗോള് ഗിഫ്റ്റ് ആയിരുന്നു അമേരിക്കൻ കീപ്പറുടെ വക. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ ഈസി ആയിട്ട് ഗെയിം ക്ലോസ് ചെയ്തു. പക്ഷെ സ്പെയിനിനെതിരെ അവർക്ക് ബോൾ ഇത്ര കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഈ ക്വാളിറ്റി കളിക്കാർക്കെതിരെ അല്ല കളിക്കുന്നത്. സെനഗലിനൊക്കെ 2-3 ത്രെറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അമേരിക്കയ്ക്കും അതുപോലെ തന്നെ.